ഫ്ലൂറസെന്റ് കളർ റേഞ്ചിൽ പെട്ട ഒരു ഗാർമെന്റ് എടുത്ത് നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓർഡർ ചെയ്ത നിയോൺ ഗ്രീൻ കളറിലുള്ള ഒരു മാക്സി ഷർട്ടാണിത്. ലേഡീസിന് വേണ്ടിയുള്ളതാണിത്. ഈ ഓൺലൈനിൽ കണ്ട പോലെ എനിക്ക് ഈ ഒരു കളർ വലിയ ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എനിക്കിതൊരു സ്കൂൾ യൂണിഫോമിൻ്റെ ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. നിയോൺ ഗ്രീൻ കളർ ഒരു വേറിട്ട് നിർത്തുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് പ്രതീക്ഷിച്ച പോലെ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കാം ജസ്റ്റ് ഒരു വലിയ ഇംപ്രഷൻ തോന്നാത്തത്. ഈ ഗാർമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫാബ്രിക് അത്രയും തിക്നെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു കോളർ ഒരു ഹാഫ് കോളർ നിർത്താൻ മതി. ഇപ്പോൾ വച്ചിരിക്കുന്നത് ഫുൾ കോളറാണ്. പോരായ്മയായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ബട്ടൺസ് വെച്ചേക്കുന്ന രീതി, ഇത്രയും ബട്ടൺസിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ പോലും ഈ ഒരു ബട്ടൺസ് ഇത്ര എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ലായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ബട്ടൺസ് ഇവിടെ വെച്ച് തന്നെ നിർത്തിയിട്ട് ഈ ഒരു ഇത്രയും ബാക്കിയുള്ള ബട്ടൺസ് ഹൈഡ് ചെയ്യത്തക്ക രീതിയിൽ സ്ട്രാപ്പുകൾ വെക്കുകയാണെങ്കിൽ നല്ലത്. കാരണം ഈ ഇത്രയും ബട്ടൺസ് വെക്കുമ്പം ഈ ഒരു ഗാർമെൻറ്റ് വളരെയധികം ലെങ്തി ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു അപ്പിയറൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺസ് ഹൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സ്ട്രാപ്പ് വെച്ചിരുന്നത് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബെൽറ്റ് പോർഷൻ അതും വളരെ വീക്കായിട്ട് തോന്നി. ഇത്രയും ഹെവി ആയിട്ടുള്ള ഗാർമെൻറ്റിന് ഇത്രയും വീക്കായിട്ടുള്ള മെറ്റീരിയൽ ഒരു സ്ട്രാപ്പ് കൊടുത്തത് ഇതായിപ്പോയി, ഒരു പോരായ്മയായിട്ട് തോന്നി. ഗാർമെൻറ്റ് വൈറ്റ് ആയിട്ടുള്ള ഏതൊരു സ്കിന്നി പാൻസിനൊപ്പം കോംബോ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു ഫാഷൻ സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫ്ലൂറസൻ കളറിലുള്ള ഒരു ഡ്രസ്സിൻ്റെ ഒരു കളക്ഷൻ ഉറപ്പായിട്ട് ഞാൻ നോക്കും. കാരണം ഈ ഒരു കളർ എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ഈ ഒരു കളറിലുള്ള ഒരു ഗാർമെൻറ്റ്സ് കാണാനും ഒരു ഭംഗിയുണ്ട്. ആ ക്രൗഡിൽ നിന്നും നിങ്ങളെ നിർത്താനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഉറപ്പായിട്ട് ഞാനൊരു ഫാഷൻ സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ ഈ ജെൻസിന് ഈ കളർ അത്രയും സ്യൂട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലേഡീസ് സെക്ഷൻ ഉറപ്പായിട്ടും ഈ ഫ്ലൂറസൻ കളറിലുള്ള ഒരു റേഞ്ചിലുള്ള ഗാർമെൻറ്റ്സ് എന്തായാലും വെക്കും. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ഇത് റിവ്യൂ ആയിട്ട് കാണണ്ട, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇതിനു മുമ്പും കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ലേഡീസിന് വേണ്ടിയുള്ള ഡ്രസ്സിനെ വെച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു ഫാഷൻ ബേസ്ഡ് കണ്ടൻറ് ഇടുക, അതിനോടൊപ്പം തന്നെ ഡിസൈനും എസ്റ്റിക്സും ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം ഞാനിപ്പം എസ്തെറ്റിക്സിന് കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ഡ്രസ്സിൻ്റെ ഇത് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ ലേഡീസിന് ഡ്രസ്സ് അത് വെച്ച് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഈ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ലേഡീസിന് പൊതുവേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഡ്രസ്സ് എടുക്കുമ്പോൾ അവരെപ്പോഴും ഒരു അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും എപ്പോഴും ഏത് ഡ്രസ്സും അവർ പർച്ചേസ് ചെയ്യണം. അത് എനിക്കും ആ ഒരു ഫാക്ടറുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ടീഷർട്ട് എടുക്കാൻ ചെല്ലുവാണെങ്കിൽ എനിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടീഷർട്ട് കിട്ടാറില്ല. അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ കാണാറുണ്ട്. ഇപ്പോൾ പൊതുവെ ജെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഷർട്ടും ടീഷർട്ടും മാത്രമേ ഉള്ളൂ ഗാർമെൻറ്റ്സ് ആയിട്ട്. പിന്നെ പാൻസ്, ഷോർട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ അതിലാണെങ്കിൽ പോലും വളരെയധികം പോരായ്മകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിലെ ആ പോരായ്മകൾ പരിഹരിച്ച് ബോത്ത് ലേഡീസ് ആൻഡ് ജെൻസിന് വേണ്ടി ഒരു യൂണിസെക്സ് ഫാഷൻ സ്റ്റോർ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ടിന് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.